നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് ഇങ്ങനെ സാധാരണയായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ ടെക്നിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും വളരെ സിമ്പിളായിട്ട് കണക്കാക്കി ഇൻട്രാഡേയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേരാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ അകത്ത് ഹാമർ ക്യാൻഡിലും അതുപോലെ തന്നെ ഈ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലും. അപ്പം ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഹാമർ ക്യാൻഡിലിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. അതല്ല, ഒരു ചെറിയ രീതിയിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ ഹാമർ ക്യാൻഡിൽ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഹാമർ ക്യാൻഡിൽ വഴി ഇതുവരെ ട്രേഡ് എടുത്തവരുണ്ടാകാം, ഇനി എടുക്കാൻ പോകുന്നവരുണ്ടാവും. അപ്പം ഹാമർ ക്യാൻഡിൽ പറയുന്നത്, തിയററ്റിക്കലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കാണുന്നത് ഒരു ഹാമർ ക്യാൻഡിലാണ്. അതായത് എക്സാക്റ്റ് ഹാമർ ക്യാൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഒരു ഷേപ്പിലിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റീജിയണിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ 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 താഴോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു താഴെയൊന്നും അത് ക്ലോസിങ് സംഭവിച്ചില്ല. ഇപ്പം 5 മിനിറ്റത്തെ ക്യാൻഡിലാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും താഴേന്ന് ബയ്യേഴ്സ് ബൈ ചെയ്ത് ബൈയിങ് പ്രഷർ ഉണ്ട്, മുകളിൽ തന്നെയാണ് ക്ലോസിങ് തന്നത്. അതായത് താഴെ പോയ പ്രൈസിനെ വീണ്ടും ഉയർത്തി മുകളിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഹാമർ പോലെയുള്ളൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് കളർ ചിലപ്പോൾ റെഡ് ആകാം, ചിലപ്പോൾ ഗ്രീൻ ആകാം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്യാൻഡിൽസാണ് നമുക്ക് ഹാമറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇത് എക്സാക്റ്റ് ഹാമർ ക്യാൻഡിലാണ്, ഇതും ഒരു ഹാമർ ക്യാൻഡിലാണ്. അപ്പം ഈ കാണുന്ന ഒരു ഹാമർ ക്യാൻഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഹാമർ ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വളരെ സിമ്പിളായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇൻട്രാഡേയിൽ ഇത് കണ്ടോ, ഒരു വലിയ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ അതൊരു എൻട്രി എടുക്കാം. എൻട്രി എടുത്തതിന് ശേഷം നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൻ്റെ ലോയും എൻട്രി ഈ റീജിയണിലും അതിൻ്റെ ടാർഗറ്റായിട്ട് മുകളിലേക്ക് ചിലപ്പോൾ 1:1 1:2 ഒക്കെ ആയിരിക്കും വെക്കുന്നത്. അത് ഓരോ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓരോരുത്തരുടെ റിസ്ക് മാനേജ്മെൻറ്റിന് അനുസരണമായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് വളരെ സിമ്പിളാണെന്ന്. ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു, എൻട്രി എടുത്തു, അതിമനോഹരമായ പ്രോഫിറ്റ് കിട്ടി. ഇവിടെയും ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു, അതിമനോഹരമായിട്ടുള്ള നല്ലൊരു പ്രോഫിറ്റ് ഇവിടെയും ജനറേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു കറക്ഷൻ ഉണ്ടായി. അപ്പം ഇതാണ് നമ്മൾ ഒരു ബിയറിഷ് ട്രെൻഡിന് അവസാനം ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എൻട്രി എടുത്ത് വീണ്ടും ട്രെൻഡ് റിവേഴ്സൽ, അതായത് താഴോട്ട് വരുന്ന ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണും. അപ്പം നമ്മൾ ഹാമർ ക്യാൻഡിൽ കണ്ടു, ഇനി നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്, അതായത് ഹാമർ ക്യാൻഡിൽ തിരിച്ചു വെക്കുന്നതാണ്, ഹാമർ തിരിച്ചു വെക്കുന്നതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പം ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നമ്മൾ കണ്ടെത്തുന്നത് നോർമലായിട്ട് ഒരു അപ് ട്രെൻഡിന് മുകളിൽ, നല്ലൊരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിന് മുകളിൽ എപ്പോഴാണോ ഈ ഒരു ക്യാൻഡിൽ ഇതേ ഒരു രൂപഘടനയോട് കൂടി ഫോം ചെയ്യുന്നത്, ആ ഒരു സമയത്ത് നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയണിൽ എൻട്രി വരും, സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിന് മുകളിൽ വരും. നമുക്ക് 1:1 1:2 ഒക്കെ റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിമനോഹരമായിട്ട് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു മെത്തേഡ്, ട്രെൻഡ് റിവേഴ്സൽ മെത്തേഡ്, നമ്മൾ വർഷങ്ങളായിട്ട് ട്രേഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നവരുമുണ്ട്, കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ ഒരു സ്ട്രാറ്റജി എടുത്ത് കളഞ്ഞിട്ട് പുതിയ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നവരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ എപ്പോഴും വർക്കൗട്ടല്ല. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സ്റ്റോപ്പ് ലോസ് കിട്ടാം, കുറേ ടാർഗറ്റ് കിട്ടാം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. അതുമല്ല, ഇതിപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ എടുക്കാം. ഇതിപ്പം മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയണിൽ ഇത് കണ്ടോ, അപ്പോൾ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഈ ഒരു റീജിയണിൽ എൻട്രി വരും, ഇതൊരു സ്റ്റോപ്പ് ലോസ്, മുകളിലേക്ക് പോകും. പക്ഷേ ഇവിടെ മുകളിലേക്ക് പോകുന്നില്ല, അവിടെ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കുവാണ്. അപ്പം ചിലവർ സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സർവൈവ് ചെയ്യും, നമുക്ക് വീണ്ടും ട്രേഡ്സ് എടുക്കാം. അതല്ല, ഈ ഒരു റീജിയണിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ
വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ വലിയൊരു കറക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പം നമുക്ക് നമ്മുടെ വീണ്ടും വീണ്ടും ട്രേഡ്സ് എടുക്കാനോ അവസരങ്ങളൊന്നുമില്ല. അവിടെ തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ ഹാമർ ക്യാൻഡിൽ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ, ഇതെല്ലാം മറന്നു പോവുകയാണ്. ഇതെല്ലാം മറന്നു പോയിട്ട് നമുക്ക് ഒരു 5 തവണ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 തവണ പ്രോഫിറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ 3 തവണ പ്രോഫിറ്റ് ആണെങ്കിലും, 4 തവണ പ്രോഫിറ്റ് ആണെങ്കിലും, ഈ 4 തവണത്തെ പ്രോഫിറ്റും കളയുന്ന രീതിയിലായിരിക്കും ആ ഒരു ദിവസത്തെ ഒരു ട്രേഡ്. അപ്പം ഇങ്ങനെയൊരു സ്ട്രാറ്റജി വെറുതെ നെഗ്ലക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ തവണയും ഇത് വർക്കൗട്ട് ആകത്തില്ല. നമുക്ക് ചില സമയത്ത് ഇത് കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഇങ്ങനൊരു കറക്ഷൻ ഉണ്ടായി. അപ്പം ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ, ഏകദേശം ഒരു ഹാമർ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും എൻട്രി എടുത്തു. പക്ഷേ ഇവിടെ വലിയ പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ, ആ ഒരു ലെവലിൽ തന്നെയാണ് നിന്നത്. അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയണിൽ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം അത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈം ആയിരുന്നു ഏകദേശം. അപ്പോൾ ആ ഒരു റീജിയണിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചിലവർ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്തും ഒരു ഹാമർ ക്യാൻഡിൽ കണ്ട് എൻട്രീസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു റീജിയണിൽ ഇത് കണ്ടോ, ഈ ഒരു റീജിയണിൽ റീജിയണിലേക്ക് വരുമ്പോഴത്തേനും ഇത് ഹാമർ ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ അതും ഹാമറാക്കി കൺസിഡർ ചെയ്യും. നോർമലായിട്ട് നമ്മൾ വളരെ ഒരു കംപ്ലീറ്റ് ബിയറിഷ് ട്രെൻഡിൻ്റെ അവസാനമാണ് നമ്മളൊരു ഹാമർ ക്യാൻഡിൽ, അതായത് മാർക്കറ്റിൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, താഴോട്ട് വരുന്ന സമയത്താണ് ഹാമറുകൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അതല്ലാതെ നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ അവിടെ ഹാമർ കണ്ടെത്തി അവിടെ എൻട്രീസ് എടുക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിൾസിൽ നിന്ന് ഇത് കണ്ടോ, മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹാമർ കണ്ടെത്തി അവിടെ എൻട്രീസ് എടുക്കും, അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇതൊരു ഹാമർ ക്യാൻഡിലാണ് വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുകയാണ് മുകളിലേക്ക്, പക്ഷേ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ട്രെൻഡ് അപ്സൈഡാണ്, അപ്സൈഡിലേക്ക് പോയി നമുക്ക് ഇവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ്. ഇവിടെ ഈ കാണുന്ന റെഡ് ഷൂട്ടിംഗ് സ്റ്റാർ ഒരു ചെറിയ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. അപ്പം അവിടെ നമ്മളൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്ത് എടുക്കുവാണ്. കാര്യം പറഞ്ഞാൽ മാർക്കറ്റിൽ റിവേഴ്സൽ ഉണ്ടായി, പക്ഷേ അവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് അവിടെ നിന്നൊരു കറക്ഷൻ ഉണ്ടായത്. അപ്പം ഒരുപാട് എക്സാമ്പിൾസ് നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അത് ഇവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ ഉണ്ടാക്കി വീണ്ടും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് പോയി ഇവിടെ വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത്. ഇവിടെ നിന്ന് കറക്ഷൻ ഉണ്ടായി, ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പം വലിയ കൺസോൾട്ടേഷനൊക്കെ ഉണ്ടാകുന്ന റീജിയൻസിൽ നമ്മൾ എൻട്രി കൂടുതലായിട്ട് ഹാമറിൻ്റെയും അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാറൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ബാക്കി കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റിലൊക്കെ ബോട്ടത്തിലൊക്കെ ഒരു ഹാമർ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് റീജിയൻസൊക്കെ കണ്ടെത്തി ഒക്കെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ ഹാമറും ഷൂട്ടിംഗ് സ്റ്റാറും ഒക്കെ കണ്ട് എൻട്രീസ് മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. പക്ഷേ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരണമെന്നൊന്നുമില്ല. അതല്ല, സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മുടെ ക്യാപിറ്റലിനും അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് വളരെ സിമ്പിളാണെന്ന് ഓർത്ത് ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പം വളരെ സിമ്പിളായിട്ട് കാണുന്ന എക്സാമ്പിൾസാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല, ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും ഇൻട്രാഡേ എന്ന് പറഞ്ഞ് എല്ലാവരും യൂട്യൂബിൽ പോയി ഇൻട്രാഡേ സ്ട്രാറ്റജീസ് സെർച്ച് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ലഭിക്കും. അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്യാഷ് ഇട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാലും പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ഒരുപോലെയാണ്. നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രീവിയസ് ഡേറ്റ ഒന്നിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രീസ് എടുക്കുക. അല്ലെങ്കിൽ 1-2 ട്രേഡ്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു കറക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ലോസ് സൈഡിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ആ ട്രേഡിംഗ് സ്ട്രാറ്റജി മറന്ന് പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്കൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ മാറി ട്രേഡിംഗ് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഴുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു സൈഡിൽ നമ്മുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുവാണ്. നമ്മളൊരു എൻട്രി എടുക്കുവാണ്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് വീഴുന്നില്ല, മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുന്നു. അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ടാകുന്നു. അവിടെ നിന്ന് റിക്കവർ ചെയ്ത മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയൊരു ഷൂട്ടിംഗ് സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ഹാമറോ ഒന്നും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും റിവേഴ്സ് ആകാൻ സാധിക്കത്തില്ല. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇപ്പം ഞാനിത് 5 മിനിറ്റ് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ ഇട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് തോന്നും. ഈ കാണുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് തോന്നും. പക്ഷേ 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ക്യാൻഡിൽസ് ഇട്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ഒന്നുമല്ല. ഈ രീതിയിലേ അല്ല ഫോം ചെയ്യുന്നത് ക്യാൻഡിൽ. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞു തരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഹാമർ ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് 5 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് ഇതിൻ്റെ അകത്ത് എല്ലാ രൂപഘടനകളുണ്ട്, മാറ്റങ്ങൾ വരും. അപ്പം അതനുസരിച്ച് നമ്മൾ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സിലൊന്നും വളരെ സിമ്പിളായിട്ടൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്ത് താഴെ നല്ല സപ്പോർട്ട് റീജിയൻസും കൂടെ കണ്ടെത്തുക. മെയിൻ സപ്പോർട്ട് റീജിയൻസ് കണ്ടെത്തുക. അതായത് വലിയ വ്യൂവിലുള്ള സപ്പോർട്ട് റീജിയൻസിലൊക്കെയാണ് ഹാമർ ക്യാൻഡിൽ. അതുമല്ല 5 മിനിറ്റിലും 15 മിനിറ്റിലും കുറച്ച് വലിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ കുറച്ചും കൂടെ ആക്യുറസി കൂടുതലാണ്. അതായത് അവിടെ പ്രൈസ് കുറച്ചും കൂടെ സർവൈവ് ചെയ്തു ബോട്ടത്തിലെത്തി എന്ന് നമുക്ക് കുറച്ചും കൂടെ എക്സ്പെക്റ്റേഷൻ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പം ടൈം ഫ്രെയിം ഇച്ചിരി കൂടെ വലുതാക്കുകയാണെങ്കിൽ. ഞാനിപ്പോൾ 1 അവർ ക്യാൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 അവർ ക്യാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് താഴോട്ടൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഒരു കറക്ഷനിൽ നിന്ന് പക്ഷെ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ്. ഈ പോയതിന് മുകളിൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തു. ചെറിയ രീതിയിൽ ഒരു ഡൗൺ സൈഡ് ആണ് പോരുന്നത്. ഇവിടെ ഒരു ഹാമർ ഫോം ചെയ്യുന്നുണ്ട്. ഈ റീജിയണിൽ ഒരു ഹാമർ ഫോം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയ അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു ഹാമർ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ്. അപ്പം അവിടെ നമ്മൾ റോങ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. കറക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഹാമറുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ കുറച്ചും കൂടെ ആക്യുറസി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് വലിയ ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത്
വർക്കൗട്ട് ആകും എന്നൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് വലിയ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ബോട്ടത്തിലേക്ക് വന്ന് നല്ലൊരു ഹാമർ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നല്ല 1 ഡേ ക്യാൻഡിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിലും, സ്റ്റോക്കിൽ ഡെലിവറി എടുത്ത് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിലും ഒരു ബോട്ടത്തിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു നല്ലൊരു എൻട്രി ആയിരിക്കും. അതായത് നമ്മൾ ബോട്ടത്തിൽ വന്ന് എൻട്രി എടുത്ത് നല്ലൊരു റിസ്ക് റിവാർഡൊക്കെ കിട്ടുവാണ് അവിടെ. ഇത് കണ്ടോ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന ഈ ഒരു റീജിയനിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് പോലെ കാണാം. അത് കഴിഞ്ഞിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്തവരാണെങ്കിൽ ഇതുവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, അതിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു, പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാണ്, ഒരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ആകുന്നതനുസരിച്ച് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകും. ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഏകദേശം ഫോം ചെയ്തു, ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും ഉണ്ടായി. ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു, ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ താഴോട്ടാണ് പോകുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ നമുക്ക് നല്ല റീജിയൻസ്, നല്ല സപ്പോർട്ട് റീജിയൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നല്ല ഹാമർ ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ടൈം ഫ്രെയിമിലൊക്കെ എൻട്രീസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ടെക്നിക്കൽ അനാലിസിസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇത് കണ്ടോ, നമുക്ക് ഓൾറെഡി ഈ ഒരു ലെവല് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതാണ് നമ്മൾ. അതായത് ഇവിടെ നിന്ന് വന്ന സമയത്ത് ഈ ഒരു റീജിയണിൽ നിന്ന് ഇങ്ങനെ ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ ഇങ്ങനൊരു ക്യാൻഡിൽ ഉണ്ടാകുമ്പം ഒരു പക്ഷേ ആ ഒരു റീജിയൻ സപ്പോർട്ടായിട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നേക്കാം. അത് ഈ ഒരു മൊമെൻറ്റത്തിൽ അപ്സൈഡ് മൊമെൻറ്റം തന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള അനാലിസിസ് നടത്തി ഒരു എൻട്രീസ് എടുക്കാം. അവിടെയും പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഷൂട്ടിംഗ് സ്റ്റാറും ഹാമർ ക്യാൻഡിലും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവർ പ്രോഫിറ്റിലാണെങ്കിൽ ഓക്കെ. അപ്പം ഇനി ഉപയോഗിക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്തുനിന്ന് നല്ല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി നല്ല ട്രേഡ്സ് എടുക്കുക, നല്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മൾ ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ്, നമ്മൾ ആവറേജിങ് എന്ന കൺസെപ്റ്റിൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്, അതുപോലെ തന്നെ നമ്മുടെ RSI എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സാധാരണയായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ്, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻട്രാഡേ മിസ്റ്റേക്സ് ആയിട്ട്. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ ഒരു മിസ്റ്റേക്സ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള മിസ്റ്റേക്സിലേക്ക് പോയി ആരും ചാടാതെ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഓരോ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ എമൗണ്ട് ഒക്കെ നമുക്ക് നഷ്ടമാകാതെ ഇരിക്കും. നല്ല ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വരുവാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.